നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ദുരന്തത്തിനിരയായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞു. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിനെതിരെ വംശീയ പരാമർശം നടത്തി ട്രംപ്. ഷിക്കാഗോയിൽ കറുത്ത വംശജരായ മാധ്യമ പ്രവർത്തകരുടെ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു എതിർ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിനുള്ളിൽ അതിവിപുല ബന്ധങ്ങളുള്ള മാധ്യമ പ്രവർത്തകൻ റോനൻ ബർഗമന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ന്യൂയോർക്ക് ടൈംസാണ് വ്യാഴാഴ്ച രാത്രി പുറത്തുവിട്ടത്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് ഇന്ത്യയും വിയറ്റ്നാമും രൂപം നൽകി. ഇന്ത്യ സന്ദർശിക്കുന്ന വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാം മിൻഹ് ചിൻഹും നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തത്. ഋഷി സുനക് പിന്മാറുന്ന ഡോറി നേതൃസ്ഥാനത്തേക്ക് എത്താൻ 6 പേർ മത്സരരംഗത്ത്. ബ്രിട്ടനിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കൺസർവേറ്റീവ് പാർട്ടിയെ നയിച്ച ഋഷി സുനക്കിന് പിൻഗാമിയാകാൻ ഇന്ത്യൻ വംശജയായ പ്രീതി പട്ടേലും മത്സരരംഗത്തുണ്ട്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. ഒരു ദിവസം കൊണ്ട് 7 സംസ്ഥാനങ്ങളിലായി 32 പേർക്കാണ് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗ സംവരണത്തിനുള്ളിൽ ഉപസംവരണത്തിന് അംഗീകാരം നൽകി സുപ്രീം കോടതിയുടെ നിർണായക വിധി. കൂടുതൽ അർഹതയുള്ളവർക്ക് പ്രത്യേക കോട്ട നൽകുന്നത് ഭരണഘടന വിരുദ്ധമല്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 7-അംഗ ബെഞ്ച് വിധിച്ചു. കേരളത്തിന്റെ ഉള്ളുലച്ച ദുരന്ത ഭൂമിയിൽ വെള്ളിയാഴ്ച തിരച്ചിൽ 4ാം ദിനത്തിലേക്ക്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ മരണം 316ആയി. ഇനി 298 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. ദുരന്തബാധിതർക്കൊപ്പം സർക്കാരുണ്ടെന്നുറപ്പു നൽകി ആശ്വാസവാക്കുകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മേപ്പാടി കോട്ടനാട് UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. സ്കൂൾ വരാന്തയിൽ ദുരന്തബാധിതരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 3ാം മെഡൽ. പുരുഷ വിഭാഗം 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ വെങ്കലം നേടിയ സ്വപ്നൽ കുസാലയാണ് ഇന്ത്യക്ക് 3ാം മെഡൽ സമ്മാനിച്ചത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.